വെൽക്കം ബാക്ക് ടു AR സ്ഥാപന. എല്ലാവർക്കും ചാനലിലേക്ക് സ്വാഗതം. ഇന്ന് നമ്മൾ മൂരാട് മുതൽ പാലോളിപ്പാലം വരെയുള്ള ദേശീയപാതയുടെ ഏറ്റവും പുതിയ കാഴ്ചകൾ, എത്ര പെർസെൻറ്റേജ് വർക്ക് കംപ്ലീറ്റ് ആയിട്ടുണ്ട്, നിലവിലെ കോൺട്രാക്ട് എത്രയായിരുന്നു, അത് കഴിഞ്ഞ് ഇനി എത്ര കാലം വർക്ക് എടുക്കും, ഇതൊക്കെ നമ്മൾ ജസ്റ്റ് അതിൻ്റെ ഡീറ്റെയിൽസും അതോടൊപ്പം കാഴ്ചകളാണ് അപ്ഡേറ്റ് ചെയ്യുന്നത്. അപ്പോൾ അതിനിടയിൽ നമ്മളൊരു ചെറിയൊരു പ്രൊഡക്റ്റ് കഴിഞ്ഞ കുറച്ച് ദിവസമായിട്ട് നമ്മൾ വീഡിയോ ചെയ്തിട്ടുണ്ടായിരുന്നു. കാരണം മറ്റൊന്നുമല്ല, നമ്മളൊരു ചെറിയൊരു ഓർഗാനിക് പ്രൊഡക്റ്റ്, ഒരു മൈലാഞ്ചി എണ്ണ, അതായത് പൂറീസ് എണ്ണ എന്ന് പറയുന്നതിനുള്ള ഒരു ചെറിയൊരു ബ്രാൻഡ് നമ്മൾ തുടങ്ങിയിട്ടുണ്ട്. അപ്പം നമ്മുടെ സുഹൃത്തിൻ്റെ ഒരു ഭാര്യയാണ് ഈ ഒരു മൈലാഞ്ചി പൊടി ഉണ്ടാക്കുന്നത്. അപ്പോൾ ആളുകൾക്ക് ബന്ധപ്പെട്ട ആഗ്രഹിക്കുന്ന ആളുകൾക്ക് സാധാരണ രീതിയിൽ ഹെയർ ഡൈ ഒക്കെ ഉപയോഗിക്കുന്നതിന് പകരം ഉപയോഗിക്കാൻ പറ്റുന്ന നല്ല നാച്ചുറൽ ആയിട്ടുള്ള ഒരു മൈലാഞ്ചി പൊടിയാണ്. ഏറ്റവും വലിയൊരു പ്രത്യേകത എന്ന് വെച്ചാൽ ഇതൊരു ഓർഗാനിക് പ്രൊഡക്റ്റാണ്. അപ്പം ഇത് നിങ്ങൾക്ക് മുടി കറുപ്പിക്കാൻ ഉപയോഗിക്കാൻ കഴിയുമെന്നതാണ്. അല്ല, നമ്മുടെ ഗോദ്രേജിൻ്റെ അതേപോലെ തന്നെ കെമിക്കൽസ് കംപ്ലീറ്റ് നിറഞ്ഞ അത്തരം പ്രൊഡക്റ്റുകൾ ഉപയോഗിക്കുന്നതിന് പകരം ഇത് നിങ്ങൾക്ക് ഉപയോഗിക്കാവുന്നതാണ്. നിലവിൽ 90 രൂപയൊക്കെയാണ് നമ്മളിത് വിൽക്കുന്നത്. അപ്പോൾ നമ്മുടെ സബ്സ്ക്രൈബേഴ്സിന് ഇത് നമ്മൾ 80 രൂപയ്ക്ക് സെയിൽ ചെയ്യുന്നതാണ്. അപ്പോൾ നിങ്ങൾക്ക് ആവശ്യമുള്ള ആളുകൾക്ക് നിങ്ങൾക്ക് ഈ നമ്പറിൽ കോൺടാക്റ്റ് ചെയ്യാവുന്നതാണ്. നമ്മുടെ നമ്പർ വേണമെങ്കിൽ ഡിസ്ക്രിപ്ഷൻ ബോക്സിനകത്ത് കിട്ടാം. അപ്പോൾ അധികം വലിച്ചിട്ട് നമ്മൾ നേരെ വീട്ടിലേക്ക്. ആശാ ഹോസ്പിറ്റലിൻ്റെ ഫ്രണ്ടിൽ നിന്നാണ് ദേശീയപാതയുടെ വീഡിയോ നമ്മൾ ചെയ്യാൻ ഉദ്ദേശിക്കുന്നത്. ഇപ്പോൾ ട്രാഫിക് ബ്ലോക്ക് വളരെ വളരെ ഗുരുതരമായ നിലയിലാണ് ഇപ്പോൾ ഇവിടെ കടന്നു പോകുന്നത്. ഒരു രക്ഷയില്ല. അഴിയൂർ വെങ്ങളം 6 വരിപ്പാതയുടെ നിർമ്മാണത്തിൽ അദാനി എൻ്റർപ്രൈസ് ലിമിറ്റഡുമായി NHI ഒപ്പുവെച്ചത് 2021 മാർച്ച് 31-നാണ്. ഒക്ടോബർ 31-ന് പ്രവൃത്തി തുടങ്ങി. പ്രവൃത്തി പൂർത്തിയാക്കാൻ അനുവദിച്ച സമയം 910 ദിവസമായിരുന്നു. 2024 ഏപ്രിൽ 27-നാണ് കാലാവധി പൂർത്തിയാവുന്നത്. എന്നാൽ അതിനുശേഷം 1112 ദിവസം പിന്നിടുമ്പോൾ ഈ പാതയിലെ നിർമ്മാണ പുരോഗതി എത്രയുണ്ടെന്ന് നമ്മൾ ഏറെ വിലയിരുത്തിയാൽ നമുക്ക് മനസ്സിലാവും. വെറും 47% മാത്രമാണ് ഇപ്പോഴും വർക്കിൻ്റെ പുരോഗതിയുള്ളത്. കരാർ പ്രകാരം 2023 സെപ്റ്റംബർ 75% പ്രവൃത്തി തീരണമായിരുന്നു. പക്ഷേ ആ സമയത്ത് പ്രവൃത്തി തീർന്നിട്ടില്ല എന്ന് മാത്രമല്ല, വെറും 47% മാത്രമാണ് ഇപ്പോഴും കരാർ കഴിഞ്ഞിട്ടും റോഡിൻ്റെ വർക്കിൻ്റെ സ്ഥിതി നമുക്ക് കാണാൻ സാധിക്കും. അതായത് 2023 സെപ്റ്റംബറിൽ 75% വർക്കായിരുന്നു പൂർത്തിയാകേണ്ടത്. എന്നാൽ 2024 നവംബർ ഇന്നത്തെ ദിവസം നവംബർ 22 ആകുമ്പോഴേക്കും നമുക്ക് കാണാൻ സാധിക്കുന്നത് ഈ 47%. അതിൽ നിന്ന് കാര്യമായ പുരോഗതിയൊന്നും വന്നിട്ടില്ല. അതായത് ഒരു വർഷം മുന്നേ പൂർത്തിയാക്കേണ്ട ശതമാനം പോലും ഇപ്പോഴും എത്തിയിട്ടില്ല എന്ന്, വെറും 47% മാത്രമാണ് എത്തി നിൽക്കുന്നത്. അതായത് കോഴിക്കോട് ജില്ലയിലാണ്, ഈ കോഴിക്കോട് ജില്ല അഴിയൂർ വെങ്ങളം റീച്ചിലാണ് ഇത്രയും വലിയൊരു ശോചനീയ അവസ്ഥ ഉള്ളത്. വാഗാട് എന്ന് പറയുന്ന കമ്പനിയാണ് അദാനി ഗ്രൂപ്പ് വാഗാടിന് സബ് കൊടുത്തുകൊണ്ടാണ് ഇവിടെ വർക്ക് എടുത്തുകൊണ്ടിരിക്കുന്നത്. കണ്ണൂർ, കാസർഗോഡ്, മലപ്പുറം മറ്റ് ജില്ലകളിൽ നമുക്ക് കാണാൻ സാധിക്കുന്നത് അതേ സ്ഥാനത്ത് 50% മുതൽ 90% വരെ വർക്ക് പൂർത്തിയായിട്ട് നമുക്കിവിടെ കാണാൻ സാധിക്കും. 3.5 വർഷമായി ദുരിതം പേറുകയാണ് വടകര ഈ ഒരു അഴിയൂർ വെങ്ങളം റീച്ചിലുള്ള ഇവിടെയുള്ള യാത്രക്കാരും അവിടെയുള്ള കച്ചവടക്കാർ ഉൾപ്പെടെയുള്ള ഒരുപാട് ആളുകൾ. ഇവിടെയുള്ള നമ്മളെ ലൈൻ റൂട്ട് ബസ്സുകൾ പോലും അവരുടെ സർവീസ് നിർത്തിവെക്കേണ്ട ഒരു അവസ്ഥയിലാണ്. കാരണം അവർക്ക് ദൈനംദിന ചെലവിലുള്ള ഒരു സാമ്പത്തിക സ്രോതസ് പോലും ലഭിക്കാൻ പറ്റാത്ത ഒരു സാഹചര്യത്തിലാണ് എന്നാണ് പല ബസ് ഉടമകളും അഭിപ്രായപ്പെടുന്നത്. ഈ ഒരു പാതയിലൂടെ ദിനംപ്രതി കടന്നു പോകുന്നത് 1000 കണക്കിന് ആളുകളാണ്. ഉത്തരമേഖല മലബാറിനെ മൊത്തത്തിൽ കുരുക്കിയിരിക്കുന്ന ഒരു ദേശീയപാതയായി മാറിയിരിക്കുകയാണ്. മൂരാട് പാലത്തിലെ ട്രാഫിക് ബ്ലോക്ക് കഴിഞ്ഞതിന് ശേഷം ആ ട്രാഫിക് ബ്ലോക്കുകൾ ഇപ്പോൾ വടകരയും ബന്ധപ്പെട്ട മറ്റ് പ്രദേശങ്ങളിലേക്കും നീങ്ങിയിട്ടുണ്ട് എന്ന് മാത്രമാണ് നമുക്ക് കാണാൻ സാധിക്കുന്നത്. നേരത്തെ മൂരാട് പാലത്തിലുണ്ടായിരുന്ന ബ്ലോക്ക് ഇപ്പോൾ വടകര വന്ന് സ്റ്റാൻഡ് പ്രദേശത്തു നിന്നുള്ള ദേശീയപാതയുടെ ഒരു കാഴ്ചയാണ് നമുക്കിവിടെ കാണാൻ സാധിക്കുന്നത്. ഇവിടെ നിലവിൽ നമ്മളെ എലിവേറ്റഡ് ഹൈവേയുടെ വർക്കിൻ്റെ പില്ലറുകളുടെ വർക്ക് ഇവിടെ തുടങ്ങിയിട്ട് ഏതാനും ചില മാസങ്ങളായി. അപ്പോൾ ഇപ്പോഴും അതിങ്ങനെ നീങ്ങിക്കൊണ്ടിരിക്കുന്ന ഒരവസ്ഥയാണുള്ളത്. ഇപ്പോൾ അതിനിടയിൽ പുതിയ ബസ് സ്റ്റാൻഡ് ഇന്ന് സർവീസ് റോഡ് ടാർ ചെയ്തിട്ടുണ്ട്. ആ സർവീസ് റോഡ് ഏതാണ്ട് ഒരു 10-11 മണി ആ ഒരു സമയത്താണ്, രാവിലെ തന്നെയാണ് ടാർ ചെയ്തത്. നല്ല ട്രാഫിക് ബ്ലോക്കും അത്യാവശ്യം വാഹനങ്ങളൊക്കെ സഞ്ചരിക്കുന്ന ആ സമയം നോക്കി തന്നെയാണ്
നമ്മളെ വാഗാട് ടാർ ചെയ്യാൻ, സർവീസ് റോഡ് ടാർ ചെയ്യാൻ തിരഞ്ഞെടുത്തത്. അതുകൊണ്ട് ഇന്നൊരു 2-3 മണിക്കൂർ വാഹനങ്ങൾ ഇവിടെ ബ്ലോക്കാകുന്ന ഒരു സാഹചര്യം, മണിക്കൂറോളം നിർത്തി വെക്കുന്ന ഒരു സാഹചര്യം വരെ ഉണ്ടായി. സത്യത്തിൽ ഈ വർക്കൊക്കെ, ഈ റോഡ് ഡൈവേർഷനും അതോടൊപ്പം തന്നെ സർവീസ് റോഡിൻ്റെ ടാറിങ് വർക്കൊക്കെ നമുക്കറിയാം, അത് രാത്രി കാലങ്ങളിൽ വാഹനങ്ങൾ കുറഞ്ഞ അവശ്യ വാഹനങ്ങൾ മാത്രം യാത്ര ചെയ്യുന്ന സമയത്ത്, രാത്രി കാലങ്ങളിൽ ട്രാഫിക് ബ്ലോക്ക് കുറഞ്ഞ സമയത്താണ് അത്തരം വർക്കുകൾ എടുക്കേണ്ടത്. എന്നാൽ വാഗാടിനെ സംബന്ധിച്ചിടത്തോളം ആ രീതിയിലുള്ള ഒരു പരിഗണനയും നൽകുന്നില്ല എന്നതാണ് ഏറ്റവും വലിയ യാഥാർത്ഥ്യം. പിന്നെ അതേപോലെ തന്നെ നമ്മൾ കേരളത്തിൽ ഒരുപക്ഷെ കാസർഗോഡ്, അതേപോലെ കണ്ണൂർ, മലപ്പുറം മറ്റ് റീച്ചുകളെ അപേക്ഷിച്ച് ഏറ്റവും മന്ദഗതിയിൽ ദേശീയപാതയുടെ വർക്ക് മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുന്ന റീച്ച് ഏതാണെന്ന് വെച്ച് കഴിഞ്ഞാൽ അഴിയൂർ വെങ്ങളം റീച്ചാണ്. നമ്മൾ ദേശീയപാതയിൽ ഇത്തരത്തിലുള്ള വർക്കുകൾ, രാത്രിയൊക്കെ നടക്കേണ്ട വർക്കുകളും അതോടൊപ്പം അനാവശ്യമായിട്ടുള്ള ഈ ട്രാഫിക് ബ്ലോക്കുകൾ ഉണ്ടാക്കുന്ന പ്രശ്നങ്ങൾ, അതേപോലെ തന്നെ റോഡിലെ സർവീസ് റോഡ് നേരാൻ വണ്ണം ടാർ ചെയ്യാത്ത പ്രശ്നങ്ങൾ, അതേപോലെ തന്നെ ഈ റോഡ് ക്രോസ് ചെയ്ത് പോകുന്ന നമ്മളെ ഡ്രൈനേജും കാര്യങ്ങളൊക്കെ പെട്ടെന്ന് പണി തീർത്തുകൊണ്ട് ട്രാഫിക് ബ്ലോക്ക് ഒഴിവാക്കേണ്ട പ്രശ്നങ്ങൾ, ഇതൊക്കെ വർക്കെടുക്കുന്ന കമ്പനിയുടെ ഭാഗത്ത് നിന്ന് അവർ മന്ദഗതിയിൽ നടക്കുമ്പോൾ അതൊക്കെ ഒന്ന് സ്പീഡാക്കാൻ NHA പോലെയുള്ള മോണിറ്ററിങ് അതോറിറ്റികളും കാര്യമായ പ്രവർത്തനം കാഴ്ചവെക്കുന്നില്ല എന്ന് തന്നെയാണ് നമുക്ക് കാണാൻ സാധിക്കുന്നത്. ഇപ്പോൾ നമ്മളിപ്പോൾ സഹകരണ ഹോസ്പിറ്റലിൻ്റെയൊക്കെ കരുമനപ്പാല ആ ഒരു പ്രദേശത്താണുള്ളത്. ഇവിടെയൊക്കെ ദേശീയപാതയുടെ വർക്ക് കാര്യമായ പുരോഗതിയൊന്നുമില്ല. ഇപ്പോൾ കുറച്ച് മണ്ണൊക്കെ നമ്മൾ ഈ കരുമനപ്പാലം പ്രദേശത്ത് കുറച്ച് മണ്ണൊക്കെ അടിച്ച്, പിന്നെ അതുപോലെ തന്നെ കരുമനപ്പാലത്ത് ഇവിടെ കുറച്ച് ക്രെയിനുകളൊക്കെ താൽക്കാലികമായി വർക്കൊക്കെ ചെറുതായിട്ട് എടുക്കാൻ തുടങ്ങിയിട്ടുണ്ട്. ഇവിടെ പില്ലറിൻ്റെ വർക്കൊക്കെ തുടങ്ങി വെച്ചിട്ടുണ്ട്. അതേപോലെ കരുമനപ്പാല തോടിൻ്റെ ഭാഗത്ത് അവിടെയും പൈലിങ്ങും അതോടൊപ്പം തന്നെ അതുമായി ബന്ധപ്പെട്ടുകൊണ്ടുള്ള പില്ലറിൻ്റെ വർക്കും കാര്യങ്ങളൊക്കെ നടക്കേണ്ടതുണ്ട്. ഇതൊക്കെ വളരെ മന്ദഗതിയിലാണ് നടന്നുകൊണ്ടിരിക്കുന്നത്. ശരിക്കും വടകര ടൗണിനെ സംബന്ധിച്ചിടത്തോളം എല്ലാവിധ ഭാഗങ്ങളിലേക്കും, നാദാപുരം, കുറ്റ്യാടി, ഓർക്കാട്ടേരി, അങ്ങനെ കണ്ട പിന്നെ എല്ലാ ഭാഗത്തേക്കും, തിരുവള്ളൂർ, അങ്ങനെ കണ്ട എല്ലാ ഭാഗത്തേക്കും കൂടി വാഹനങ്ങൾ യാത്ര ചെയ്യുന്ന ഒരു ജംഗ്ഷനാണ്. അപ്പോൾ ആ ജംഗ്ഷനെ സംബന്ധിച്ചിടത്തോളം പെട്ടെന്ന് വർക്കുകൾ തീർക്കേണ്ട ഒരു പ്രയോറിറ്റി കൊടുത്തുകൊണ്ട് യുദ്ധകാല അടിസ്ഥാനത്തിൽ വർക്ക് നിർത്തേണ്ട ഒരു സാഹചര്യമാണ്. എന്നാൽ അവിടെയൊക്കെ വളരെ മന്ദഗതിയിലാണ് ഇപ്പോഴും വർക്ക് പോയിക്കൊണ്ടിരിക്കുന്നത്. നമ്മൾ അത് കഴിഞ്ഞിപ്പോൾ കോട്ടക്കടവ് പ്രദേശത്ത് നിന്ന് പിന്നെ SP ഓഫീസ് ഭാഗം വരെയുള്ള വർക്കാണിപ്പോൾ നടക്കാനുള്ളത്. SP ഓഫീസ് കഴിഞ്ഞ് പാലോളിപ്പാലം കഴിഞ്ഞ് മൂരാട് വരെയുള്ള ഭാഗങ്ങൾ 6 വരിപ്പാതയും കംപ്ലീറ്റ് ആയിട്ടുണ്ട്. അതിന് മുന്നേ ഈ ഒരു പ്രദേശത്തൊക്കെ വർക്ക് നടക്കേണ്ടിയിട്ട് ഇവിടെ ഒന്നും നടക്കുന്നില്ല. ചില സമയത്ത് നമ്മളെ ബിൽഡിങ്, സാധാരണ നമ്മളെ വീടിൻ്റെ വർക്കൊക്കെ നടക്കൂലേ, കംപ്ലീറ്റ് നെഗറ്റീവ്സ് പറയാല്ല. കാരണം ജനങ്ങൾ ശരിക്ക് ഭയങ്കര പ്രയാസത്തിലാണ്. കച്ചവടക്കാരും പിന്നെ അതേപോലെ ലൈൻ റൂട്ട് ബസ് യാത്ര നടത്തുന്ന ആളുകളൊക്കെ ഭയങ്കര പ്രയാസത്തിലാണ്. പക്ഷേ ഇവിടെ അധികാരികളായ ആളുകൾ കൃത്യമായിട്ട് ഇതിനെതിരെ പിന്നെ മോണിറ്റർ ചെയ്തുകൊണ്ട് വാഗാടിനെതിരെ ശക്തമായ, അല്ലെങ്കിൽ അദാനി ഗ്രൂപ്പിനെതിരെ ശക്തമായ നിലപാടുമായിട്ട് മുന്നോട്ട് പോകേണ്ട ഒരു സാഹചര്യം അതിക്രമിച്ചിരിക്കുന്നു. അപ്പോൾ ജനങ്ങളാണ് പ്രതികരിക്കേണ്ടത്. ഇവിടെയുള്ള ബന്ധപ്പെട്ട ജനപ്രതിനിധികളും മറ്റുള്ള ആളുകളൊന്നും ഇത് വർക്ക് പെട്ടെന്ന് പാസ്സാക്കാനുള്ള ഒരു നടപടി എടുക്കുന്നില്ല. ഒരുപക്ഷെ അദാനി ഗ്രൂപ്പ് എന്ന് പറയുന്ന വമ്പൻ ഗ്രൂപ്പിനെതിരെ അവർക്ക് ശബ്ദമുയർത്താനുള്ള പ്രയാസമായിരിക്കും. എന്നാൽ ജനങ്ങളെ സംബന്ധിച്ചിടത്തോളം ഒരു കൂട്ടായ്മയിലൂടെ പിന്നെ പെട്ടെന്ന് വർക്ക് തീർക്കാൻ വേണ്ടി സമരവും മറ്റു ഇതുമായിട്ട് ബന്ധപ്പെട്ടുകൊണ്ട് മുന്നോട്ട് പോകാൻ ഒരു പ്രയാസമില്ല. അപ്പം എല്ലാം ഇങ്ങനെ അഡ്ജസ്റ്റ് ചെയ്ത് പോയിക്കൊണ്ടിരിക്കുന്നൊരു കാഴ്ചയാണ്. നമ്മളെ പാലോളിപ്പാലം, നമ്മളെ കോട്ടക്കടവ് കഴിഞ്ഞ് പാലോളിപ്പാലം, ഇവിടെ ഒരു അണ്ടർ പാസേജ് ഉണ്ട്. നമ്മളെ മൂരാട് പാലം കഴിഞ്ഞാൽ, മൂരാട് പാലത്തിന് മുന്നേ ഉള്ള ഓയിൽ മില്ല് പ്രദേശത്തുള്ള അണ്ടർ പാസേജ് കഴിഞ്ഞാൽ പിന്നെയുള്ളൊരു അണ്ടർ പാസേജാണിത്. സർവീസ് റോഡിലേക്കും ഇരു സൈഡുകളിലേക്കും വാഹനങ്ങൾക്ക് ആക്സസ് ലഭിക്കാതെ. ഇപ്പോൾ ഒരു അണ്ടർ പാസേജിൻ്റെ വർക്ക് നേരത്തെ കുറച്ച് സ്പീഡ് ഉണ്ടായിരുന്നു. ഇപ്പോൾ നിങ്ങൾക്ക് ശ്രദ്ധിച്ചാൽ മനസ്സിലാവും, ഇപ്പം അതും മന്ദഗതിയിലേക്ക് മാറിക്കൊണ്ടിരിക്കുക. അത് കഴിഞ്ഞ് പിന്നെ SP ഓഫീസിൻ്റെ ഭാഗത്താണ് പിന്നെ കുറച്ച് സർവീസ് റോഡിൻ്റെ ഭാഗത്ത് കുറച്ച് വർക്ക്, സർവീസ് റോഡിനെ കുറച്ച് ടാർ ചെയ്തിട്ടുണ്ട്.
ഇവിടെയൊക്കെ മണ്ണടിച്ച് ഉയർത്തിയിട്ടാണ് ദേശീയപാത ഈ അണ്ടർ പാസേജിൻ്റെ ഭാഗമായിട്ട് ഇവിടെയൊക്കെ മണ്ണടിച്ച് ഉയർത്തിയിട്ടാണ് ദേശീയപാത കടന്നു പോകേണ്ടത്. അപ്പോൾ ഇവിടെ കോൺക്രീറ്റ് വാള്, സൈഡ് വാള് കുറച്ച് നിർമ്മിച്ചിട്ടുണ്ട്. അപ്പോൾ പാലോളിപ്പാലം വരെയുള്ള പ്രദേശമാണ് നമ്മൾ വീഡിയോ എടുക്കാൻ ഉദ്ദേശിച്ചത്. അപ്പോൾ ഈ വീഡിയോ നമ്മളിവിടെ വൈൻഡപ്പ് ചെയ്യണം.